പഴയങ്ങാടിയിൽ നിന്ന് തലശ്ശേരിയിൽ ജോലി ചെയ്യേണ്ടുന്ന ഒരു സഹോദരി, എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അങ്ങനെ പോകേണ്ടുന്ന സഹോദരി, അല്ലെങ്കിൽ കാസർഗോഡ് പോകേണ്ടുന്ന ഒരു സഹോദരി 9 മണിക്ക് പോയാൽ 11 മണിക്ക് എത്തും. അതിനൊന്നും ഇല്ലേ? 9 മണിക്ക് ശേഷം മാത്രമേ യാത്ര. യഥാർത്ഥത്തിൽ 6 മണി മുതൽ, 6 മണിയല്ല, അതിനേക്കാളും നേരത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്നാലും എങ്കിൽ പോലും 6 മണി മുതൽ 6 മണി വരെ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്നെങ്കിലും ഈ ജോലി ചെയ്യുന്ന സഹോദരിമാര്, യാത്ര ചെയ്യുന്ന സഹോദരിമാരുടെ ഒരാവശ്യവും അവരുടെ നെസസിറ്റി, അതൊരു വളരെ അത്യാവശ്യമാണ്. അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ കാര്യത്തിൽ അവരാണ് 90% എന്ന് ഞാൻ പറയും. പിന്നെ വിരുന്ന് പോകുന്നവരും അല്ലാത്തവരും ഒക്കെ കുറച്ച് പേരുണ്ടാവും. എന്നിട്ട് അവരൊക്കെ ഇപ്പം അടുത്ത കാലത്ത് ഒന്നിച്ച് പോകുന്നെങ്കിൽ ഒരു ചെറിയ കാറ് പിടിച്ചങ്ങ് പോകും. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിന്റെ ടൈം മാറ്റണം. അതിന്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. രാവിലെ അണ്ണാക്കിലോട്ട് 2 തോടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. എങ്കിൽ ടൈമിംഗ് ഇല്ലല്ലോ ടീച്ചറെ. 9 മണി മുതൽ എന്ന് പറഞ്ഞു. ഇന്നലത്തെ കാര്യം ഇന്നലത്തെ കാര്യം ആണോ? ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞു. ഇന്നലെ 9 മണി മുതൽ. ഓ, എണീറ്റ് വരണ്ടേയിരുന്നു. എന്നാ അത് എനിക്ക് എന്താ ഞാൻ കേട്ടത് 9 മണി മുതൽ ആണെന്നാണ്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഞാൻ കേട്ടത് 9 മണി മുതൽ ആണെന്നാണ്. അപ്പൊ 6 മണി മുതൽ ടൈം ഇല്ല, ഏത് സമയത്തും എപ്പോഴും കയറാം. അത് അങ്ങനെയാണെങ്കിൽ അതിന് സോറി, അതെനിക്ക് എന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ അളിയ ഒരു കൈ? ഈ 2 കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും.